ഹലോ എവ്രി വൺ. ഇന്ന് ഡിന്നറിന് ചന മസാലയും ബട്ടൂരയാണ്. അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ വെള്ളക്കടല കുതിർത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ദപ്പ വേവിക്കാനായിട്ട് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് 4 വിസിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഗ്രേവിക്ക് വേണ്ടി ഒരു 3 സവാള ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ബട്ടൂരയ്ക്ക് മാവ് കുഴയ്ക്കാൻ ഞാൻ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ 4 കപ്പ് അങ്ങോട്ട് എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതാ ഷുഗർ 2 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അവിടെ നമ്മുടെ സവാള തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കണ പോലെ തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. 1/2 കപ്പ് തൈരും പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ ഇളം ചൂടുള്ള വെള്ളവും അതും ചേർത്തിട്ടാണ് കുഴയ്ക്കണേ. വെള്ളം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളവും എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈരുള്ളതും കൂടി ഇതിലേക്ക് വരും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 hour മാറ്റി വയ്ക്കാം. മുട്ട ആഡ് ചെയ്യും ചിലവർ, പക്ഷെ ഞാൻ മുട്ട ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ നമ്മുടെ ബട്ടൂരയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 hour മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് 3 എണ്ണം. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വലിയ നമ്മുടെ മിക്സി ജാറിലേക്കാണ് ഇടുന്നത്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 സവാള, ഒരു 4 വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ 3 ടൊമാറ്റോ ഇതും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10 to 12 കാഷ്യൂ നട്ട്സ് അതും ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ജീരകവും ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജീരകവും ഒക്കെ നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും അതും ആഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ച മണം മാറിക്കിട്ടണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 minutes നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള കടലയാണ്, പക്ഷെ ഉപ്പ് മതിയാവില്ല, നമുക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ മിക്സി പാത്രത്തിലും ഇങ്ങനെ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വെള്ളവും കൂടിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഉപ്പ് പാകത്തിനുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അതാ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി കൊറിയാൻഡർ ലീവ്സും കട്ട് ചെയ്തിടാം. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ബട്ടൂരയ്ക്ക് പറ്റിയ ഒരു കറിയാണ് ഈ ചന മസാല. ഇനിയിപ്പോൾ നമുക്ക് ബട്ടൂരയ്ക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് 1 ആണ് ഇപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് ബൈ സൈഡ് എണ്ണ ചൂടാകുമ്പോൾ തന്നെ നമ്മുടെ ബട്ടൂരയും പരത്തി ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും ആദ്യത്തെ ഇപ്പോൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യത്തെ ശരിക്കും അങ്ങനെ നല്ല ഫുള്ളി ഇങ്ങനെ നമുക്ക് പൊങ്ങി വരില്ല.
സെക്കൻഡ് വൺ മുതലാണ് പൊങ്ങി വരിക. അതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ബട്ടൂരയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്തതും ഇതാ ചെയ്ത് തുടങ്ങി. കണ്ടില്ലേ, ഇപ്പോൾ സെക്കൻഡ് വൺ ആകുമ്പോഴത്തേനും അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് പൊങ്ങി വന്നോളും. അങ്ങനെ ബട്ടൂരയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചന മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഞങ്ങൾക്ക് ബട്ടൂരയും ചന മസാലയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.